വി ജോയ് കൂടി നമുക്കിപ്പം ടെലിഫോണിൽ അടിച്ചിരുന്നുണ്ട്. ശ്രീ വി ജോയ്, കേൾക്കാമോ അങ്ങക്ക്? കേൾക്കാം. ശ്രീ വിജയ്, ഇപ്പം അങ്ങ് അറിഞ്ഞു കാണുമായിരിക്കും, തിരുവനന്തപുരത്ത് ഒരു RSS നേതാവിനെ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. തൃക്കണ്ണാപുരം സ്വദേശിയായ ആനന്ദ് കെ തമ്പി. സീറ്റ് നിഷേധത്തിൽ ഈ മനംനൊന്താണ് മരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലെ ഓരോ വരികളും അതിവൈകാരികമാണ്. ശ്രീ ജോയ്, ഞാൻ ഈ കാര്യം അല്പം മുമ്പാണ് അറിഞ്ഞത്. തൃക്കണ്ണാപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിക്കപ്പെട്ട പേരുകാരനാണ് ഈ ആനന്ദ് കെ തമ്പി. പക്ഷെ അവിടെ BJPയുടെ നേതൃത്വം അവിടുത്തെ ഏറ്റവും വലിയ ഒരു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മണ്ണ് മാഫിയയുമായി ബന്ധമുള്ള യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് വെറുക്കപ്പെടുന്ന ചില ആളുകളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു. ഇത് ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഈ ആനന്ദ് ആത്മഹത്യ ചെയ്യുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മള് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തുമാകാമെന്നുള്ള നിലയിലാണ്. അവരുടെ പ്രവർത്തകർക്ക് പോലും രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് BJP മാറിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാത്മഹത്യ കഴിഞ്ഞതേ ഉള്ളൂ തിരുമലയിൽ. അത് മാത്രമല്ല ശ്രീ വിജയ്, എനിക്കിപ്പോ തിരുവനന്തപുരം ജില്ല വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഇപ്പം ഈ തിരുമലയിലത്തെ കോർപ്പറേഷൻ അവിടുത്തെ കൗൺസിലറായിരുന്ന അനിൽകുമാർ, അദ്ദേഹത്തിന്റെ മരണം നടന്നിട്ട് ഈ 2-3 മാസം ആവുന്നേ ഉള്ളൂ. ഇപ്പം അടുത്തൊരു മരണം. ഇപ്പൊ ഈ തൃക്കണ്ണാപുരവും തിരുമലയും തമ്മിലൊക്കെ 3-3.5 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വളരെ അടുത്ത പ്രദേശങ്ങളാണ് തൃക്കണ്ണാപുരവും അതുപോലെ തന്നെ തിരുമലയും എന്ന് പറയുന്നത്. വളരെ അടുത്ത സ്ഥലങ്ങളാണ്. ഇതിനകത്ത് BJP ഒരു ആളുകളെ കൊല്ലുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ പറയുന്നത് പഞ്ചപുച്ഛമടക്കി നിന്നുകൊള്ളണം, നിന്നില്ലെങ്കിൽ എന്തും സംഭവിക്കുമെന്നുള്ള സ്ഥിതിയാണ്. മരണപ്പെട്ടാൽ തള്ളിപ്പറയുകയും ചെയ്യും. അനിലിന്റെ കാര്യം അതായിരുന്നു. അനിലിനെ ആദ്യം അവരുടെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സഹകരണ സംഘമേ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ വീണ്ടും ഒരു സംഭവം വന്നിരിക്കുന്നു. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും കുറെ അധികം കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് മാത്രമല്ല ശ്രീ വിജയ്, ഇപ്പം അങ്ങേക്കറിയാലോ, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ അടുത്ത മേയർ സ്ഥാനാർത്ഥിയായി പോലും BJP പരിഗണിച്ചിരുന്ന ആളായിരുന്നു തിരുമല അനിൽ. പക്ഷെ ഇപ്പൊ നോക്കൂ, അദ്ദേഹത്തിന്റെ പേര് പോലും ആ പാർട്ടി ഉച്ചരിക്കുന്നില്ല. തീർച്ചയായും അങ്ങനെയാണ്. അനില് അതിന്റെ ഏറ്റവും തലപ്പത്ത് വരേണ്ടിയിരുന്ന ആളിനെയാണ് ഈ നിലയിൽ അനിലിനെ ഏതാണ്ട് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അത് വീണ്ടും ഓരോരുത്തരിലായിട്ട് അത് കണ്ടുവരുന്നു. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ വി ജോയ് പ്രതികരിച്ചതിന്.